രമേഷ് പിഷാരടിക്ക് കഷ്ടകാലമാണ്. തുറന്നങ്ങ് പറഞ്ഞോളൂ. പലസ്തീനിൽ അങ്ങനെ ഇസ്രായേൽ നടത്തിയത് ഒരു കൂട്ടക്കുരുതിയാണെന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? ഉണ്ട്. അതിന് കാരണം ഈ ചിത്രം കൂടിയാണ്. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. നമസ്കാരം. രമേഷ് പിഷാരടിക്ക് കഷ്ടകാലമാണ്. ആയ കാലത്ത് പറഞ്ഞതെല്ലാം തെരഞ്ഞെടുപ്പിൽ പാരയാകുന്ന സാഹചര്യം. രാഷ്ട്രീയത്തിലെ സംഘപരിവാർ ആഭിമുഖ്യത്തിൽ തുടങ്ങി ഒടുവിൽ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയുമായുള്ള ബന്ധമടക്കം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ കോൺഗ്രസിനെയും പിഷാരടിയെയും കുഴപ്പത്തിലാക്കുകയാണ്. ഒടുവിലത്തെ വിവാദം ഈ ചിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവും ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും അനുയായിയുമായ പ്രചോബ് സി വത്സലിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നു. ഇതോടെ ഷാഫി സ്കൂളിലെ പ്രൊഡക്റ്റായ രമേഷ് പിഷാരടി എന്ന മട്ടിൽ എതിരാളികൾ പ്രചരണത്തിന് ഇറങ്ങി. പിഷാരടി അടക്കം പ്രതിരോധത്തിലായി. അതിന് കാരണം ഈ ചിത്രം കൂടിയാണ്. എങ്ങനെയാണ് പിഷാരടിയും ഷാഫിയും ഒക്കെ ഈ ചിത്രത്തിലേക്ക് എത്തിയത്? അത് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ആദ്യം എന്താണ് പാലക്കാട്ടെ ഈ കേസ് എന്ന് നോക്കാം. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രചോബ് സി വത്സൽ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒളിവിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്ന കാര്യം വലിയ വാർത്തയ്ക്കായില്ലേ? തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം അവസാന വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആ വോട്ട് പാലക്കാട് 24-ാം വാർഡിലായിരുന്നു. സ്വന്തം സ്ഥാനാർത്ഥി പ്രശോഭിന് വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് സ്ഥാനാർത്ഥിയെയും നിശ്ചയിച്ച് മൂപ്പര് ഗറില്ല പോരിന് ഒളിവിൽ പോയതാണത്രേ. അന്ന് പ്രശോഭിനെ പോലെ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ പ്രതിഷേധിച്ച് 7 കോൺഗ്രസ് ഭാരവാഹികൾ രാജിവെച്ചതും വാർത്തയായിരുന്നു. ഒടുക്കം കാര്യങ്ങൾ ഒരുവിധം സെറ്റാക്കിയിട്ടാണ് അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ എത്തിയത്. ആ തെരഞ്ഞെടുപ്പിൽ പ്രശോഭ് ജയിച്ചു, കൗൺസിലറായി. പിന്നീട് രാഹുൽ ജയിൽ മോചിതനായപ്പോൾ പാലക്കാട് സ്വീകരണം ഒരുക്കാനും ഒക്കെയായി മുന്നിലുണ്ടായിരുന്ന പ്രശോഭ്. ഈ പ്രശോഭിനെതിരെ ഒരു പുതിയ പരാതി വന്നു. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായി ഒരു ദളിത് യുവതി പരാതി നൽകി. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പാലക്കാട്ടെത്തിയ താനുമായി പ്രതി ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചു, പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഗർഭിണിയാണ് എന്നറിയിച്ചപ്പോൾ നിർബന്ധിത ഗർഭഛിദ്രത്തിന് ശ്രമിച്ചു തുടങ്ങി ഏകദേശം രാഹുൽ മാങ്കൂട്ടം സ്കൂളിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പരാതിയാണ്. കുറ്റകൃത്യത്തിൻ്റെ റൂട്ട് വ്യക്തമാകും, പരാതി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാകും കാണുമ്പോൾ. മാത്രമല്ല, MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, MP ഷാഫി പറമ്പിൽ എന്നിവരുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി സംഘടിപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്ന് പ്രചോദ് വിശ്വസിപ്പിച്ചു. അതോടൊപ്പം ഇരുവരുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ഒരുമിച്ചുള്ള ഫോട്ടോയും ഫോൺ കോളുകളും ഒക്കെ കാണിച്ച് വിശ്വസിപ്പിച്ചു. തൻ്റെ കയ്യിലുള്ള വീഡിയോ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരാതിക്കാരി പോലീസിന് കൈമാറി. ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ പകുതി സമയം പോലും ചെലവഴിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവസ്ഥ ഇനി ഒരു MLAയ്ക്കും വരരുതേ എന്ന വോട്ടർമാരുടെ ആഗ്രഹത്തിലേക്കാണ് ഷാഫിയും രാഹുലും കൂടി രമേഷ് പിഷാരടിയെ അതിൻ്റെ ഇടയിൽ നേരത്തെ തുറന്നുവിട്ടിരുന്നത്. പിഷാരടിയാണെങ്കിൽ ഗാസയിലെ പ്രശ്നം നെതന്യാഹു തീർത്തോളും, ഹിജാബ് പ്രശ്നത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട എന്നെല്ലാം പറഞ്ഞ പഴയ കാര്യത്തിൽ പെട്ടുപോയി. ഒടുക്കം ഇസ്രായേൽ ഗാസയിൽ ചെയ്ത കൂട്ടക്കുരുതി ശരിയായില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. റിപ്പോർട്ടർ TV-യിൽ നോക്കിയപ്പോഴാണ് അരുണിനോട് മൂപ്പര് കഷ്ടപ്പെട്ട് ഇത് വിശദീകരിക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഒരു സമാധാനമായത്. തുറന്നങ്ങ് പറഞ്ഞോളൂ. പലസ്തീനിൽ അങ്ങനെ ഇസ്രായേൽ നടത്തിയത് ഒരു കൂട്ടക്കുരുതിയാണെന്നൊരു അഭിപ്രായം താങ്കൾക്കില്ലേ? ഉണ്ട്. അതിലൊന്നും നിലപാടിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ, ഇനി ഇതിന്റെ താഴെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു ആളുകൾ തമ്മിൽ ഒരു തർക്കം വരും. ഞാൻ ആ തർക്കം ഒഴിവാക്കുന്നതാണ് നല്ലത്. തർക്കിക്കേണ്ടെന്നല്ല, ഒഴിവാക്കുന്നതാണ് താരതമ്യേന നമ്മുടെ സമാധാനത്തിന് നമ്മൾ തമ്മിലുള്ള ഐക്യത്തിനും നല്ലതെന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം മുതൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദിലീപിനെ വരെ ന്യായീകരിച്ചതും അടക്കം എതിരാളികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രചരണം കൊഴുക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരുത്തൻ ഇമാതിരി കുറ്റകൃത്യത്തിന് ഒളിവിലാകുന്നത്. ആൾ ഒളിവിൽ പോയെങ്കിലും പിഷാരടി കുടുങ്ങിയില്ലേ പാവം. എത്ര നിഷേധിച്ചാലും ഒപ്പം നിന്ന നിമിഷങ്ങൾ കള്ളം പറയില്ലല്ലോ. അങ്ങനെ പിഷാരടി തൽക്കാലം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഇദ്ദേഹവും ഞാനിപ്പോൾ ചിത്രങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ കൂടെ പ്രചരണാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. പതിവ് പോലെ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചതുപോലെ ഉരുണ്ട് കളിക്കാൻ പാർട്ടിക്ക് ഏതായാലും നേരം കിട്ടിയില്ല. പ്രശോഭിനെതിരെ പരാതി വന്ന ഉടനെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പായി പോയില്ലേ. എന്നാൽ കൗൺസിലർ സ്ഥാനം രാഹുലിന് MLA സ്ഥാനം എന്ന പോലെ സംരക്ഷിച്ചു കൊടുത്തു. അതൊക്കെ പിഷാരടിയോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? പത്രക്കാർ ചോദിക്കുകയാണ് പിഷാരടിയോട്. കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ അദ്ദേഹത്തെ രാജിവെക്കാൻ പറയല്ലേ വേണ്ടത്? അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി പോലീസ് തീരുമാനങ്ങളായും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വം തീരുമാനിച്ച് വേണ്ട നടപടികൾ എടുത്തോളും. എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ.
നേതൃത്വം ആലോചിച്ച് അതിന് ഇവിടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ അതിന് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്തോളൂ. പാലക്കാട് വരുമ്പോൾ കൈവെള്ളയിൽ ഒരു സീറ്റെന്നും പറഞ്ഞാണ് പിഷാരടിയെ ഷാഫിയും കൂട്ടരും കൊണ്ടുവന്നത്. എത്തിയപ്പോഴാണ് സംഗതി പൊള്ളി തുടങ്ങിയത്. പാലക്കാട് MLA-ക്ക് നേരെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് സമാനമായ സ്വഭാവമുള്ള പരാതികളാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഫസ്റ്റ് പത്രസമ്മേളനത്തിലും ആദ്യത്തെ 2 ദിവസങ്ങളിലും കൃത്യമായി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതും കോടതിയിലാണ്. നിയമം ഏറ്റവും ശക്തമായി നടക്കട്ടെ. നിയമം ഏറ്റവും കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇങ്ങനെ ഓരോ പരാതികൾ വരുമ്പോൾ അത് ശിക്ഷണം ചെയ്യില്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് പരാതി വരുന്നതൊക്കെ അവർ വ്യക്തിപരമായി അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഏറ്റവും കൃത്യമായ നീതി, ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് കൃത്യമായ നീതി ലഭിക്കണം. അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കോടതിയും പോലീസും എല്ലാം വേണ്ട നടപടികൾ കൈക്കൊള്ളണം. CPM ഞങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് VD സതീശൻ നിലവിളിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഡീൽ എന്ന് ആവർത്തിച്ചുകൊണ്ട്. എന്നാൽ പിഷാരടിയുടെ രാഷ്ട്രീയം മൂലം ജനം വോട്ട് ചെയ്യുമോ എന്ന് കൂടെയുള്ളവർ പോലും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് അടുത്ത തലവേദന പ്രശോഭ് വത്സലിൻ്റെ രൂപത്തിൽ അവതരിച്ചത്. പിഷാരടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും വിവാദത്തിൽ പ്രതിരോധം തീർത്ത് പുതിയ വാദവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രശോഭ് വത്സലിനെതിരായ പരാതി വരികയും പാലക്കാട് പ്രതിഷേധം കനക്കുകയും ഷാഫി പറമ്പിലിനെതിരായി കൂടി ഈ വിമർശനം മാറുകയും ചെയ്തോടെ രാഹുൽ പ്രതിരോധ ശബ്ദമുയർത്തി. പ്രശോഭിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കോൺഗ്രസിലെ ഗോഡ് ഫാദറായി എതിരാളികൾ പറയുന്ന ഷാഫി പറമ്പിലിനെതിരായി നടക്കുന്നത് വളഞ്ഞിട്ട ആക്രമണമാണ് എന്നാണ് മാങ്കൂട്ടത്തിൻ്റെ വാദം. പ്രശോഭ് വിഷയം ഉയരുകയും ഷാഫിക്കെതിരെ ആരോപണം വരികയും ചെയ്ത ഉടനെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ രാഹുൽ ഇങ്ങനെ പറയുന്നു: വളഞ്ഞിട്ട് ആക്രമിക്കും തോറും വീര്യം കൂടുന്നൊരുത്തൻ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും തോറും ജനം ചേർത്ത് പിടിക്കുന്നൊരുത്തൻ ഷാഫി പറമ്പിൽ എന്ന്. ഷാഫിയുടെ ഒപ്പമുള്ള വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് രാഹുലിൻ്റെ പോസ്റ്റ്. രാഹുലിൻ്റെ ഒപ്പമല്ല, സന്ദീപ് വാര്യരുടെ ഒപ്പം. ഷാഫിയും രാഹുലും പിഷാരടിയും എല്ലാം പ്രതിരോധ കോട്ട കിട്ടുമ്പോൾ സാക്ഷാൽ പ്രതി ഒളിവിലാണ് കേട്ടോ. പാലക്കാട്ടെ സ്ഥാനാർത്ഥി പ്രചരണത്തിലും തെളിവുകളടക്കം പരാതിക്കാരി മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും 9-ാം തീയതി കഴിഞ്ഞ് കിട്ടിയാൽ മതിയേനും എന്ന മട്ടിലാണ് ഷാഫി പറമ്പിലടക്കം നേതാക്കളുടെ കാര്യങ്ങൾ. അതിനിടയിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.